സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ്, ശാന്തരാത്രി തിരുരാത്രി. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ക്രിസ്മസ് കാരൽ ആദ്യമായി പാടിയത് ഇവിടെയാണ്. ഓസ്ട്രിയയിലെ സാൽസ്ബർഗിലുള്ള ഊബൻദ്രോഫിലെ സെന്റ് നിക്കോളാസ് പള്ളിയിലാണ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് പിറന്നു വീണത്. ലോകത്ത് ഏറ്റവുമധികം റെക്കോർഡ് ചെയ്യപ്പെട്ട ക്രിസ്മസ് കാരൽ ഗാനം, 1.5 ലക്ഷത്തോളം റെക്കോർഡിംഗ് സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റിനുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഡിസംബർ 24 രാത്രിയിലാണ് കത്തോലിക്ക പുരോഹിതനായിരുന്ന ജോസഫ് മെഹർ ജർമ്മൻ ഭാഷയിൽ എഴുതി ഫ്രാൻസ് സേവിയർ ഗ്രൂബർ കമ്പോസ് ചെയ്ത സ്റ്റില്ലേ നാച്ച്ഡ് എന്ന സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് കാരൽ ഗാനം ഊബൻദ്രോഫിലെ സെന്റ് നിക്കോളാസ് ചർച്ചിൽ ആദ്യമായി പാടിയത്. ഓസ്ട്രിയയിലെ സാൽസ്ബർഗിലുള്ള സാൽസ്ബർഗ് കത്തീഡ്രലാണ് എൻ്റെ പിന്നിലുള്ളത്. ഈ കത്തീഡ്രലിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, വിശ്വപ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന മൊസാർട്ടിനെയും വിശ്വപ്രസിദ്ധ കാരൽ ഗാനമായ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് കമ്പോസ് ചെയ്ത മെഹറിനെയും മാമോദിസ മുക്കിയത് ഈ പള്ളിയിലാണ്. 300-ലധികം ഭാഷകളിൽ വിവർത്തനം ചെയ്ത് ലോകമെമ്പാടും ക്രിസ്മസിന്റെ തലേരാത്രി ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയെ വാഴ്ത്തിപ്പാടുന്ന സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്ന കാരൽ ഗാനത്തെ യുനെസ്കോ 2011 ലോക സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി അംഗീകരിച്ചിട്ടുണ്ട്. സെന്റ് നിക്കോളാസ് പള്ളിയിലെ സംഗീതോപകരണമായ ഓർഗൻ വെള്ളപ്പൊക്കത്തിൽ കേടായി പോയതിനാൽ സ്കൂൾ മാസ്റ്ററായിരുന്ന ഫ്രാൻസിസ് സേവിയർ ഗ്രൂബർ സൈലന്റ് നൈറ്റ് ഗിറ്റാറിലാണ് കമ്പോസ് ചെയ്തത്. ഗിറ്റാർ ഒരു സംഗീതോപകരണം എന്ന നിലയിൽ പള്ളിയിലെ പതിവ് കൊയറിൽ അംഗീകരിക്കപ്പെടാതിരുന്നതിനാലാണ് സൈലന്റ് നൈറ്റ് പാടാൻ ഗ്രൂബർക്കും മൊഹറിനും ക്രിസ്മസ് പൂർവ്വരാത്രിയിലെ മാസ് വരെ കാത്തിരിക്കേണ്ടി വന്നത്. യൂറോപ്പ് ദുരന്തങ്ങളുടെ പരമ്പരകളിലൂടെ കടന്നുപോയ കാലമായിരുന്നു 1800-കൾ. യുദ്ധം, പ്രളയം, തീപിടുത്തം, സാമ്പത്തിക പ്രതിസന്ധി, വറുതി എന്നീ ദുരന്തങ്ങളിൽ നിന്ന് സമാധാനത്തിലേക്ക് കരകയറിയ 1816-ലാണ് ജോസഫ് മെഹർ ഈ ഗാനത്തിന്റെ ഈരടികൾ എഴുതിയത്. യുദ്ധവും ദുരന്തങ്ങളും പിന്നെയും നൂറ്റാണ്ടുകളോളം മാനവരാശിയെ വേട്ടയാടിയെങ്കിലും സമാധാനത്തിന്റെ പ്രകീർത്തനമായി സൈലന്റ് നൈറ്റ് ഇന്നും പാടിക്കൊണ്ടേയിരിക്കുന്നു. ശുഭാപ്തിയുടെ സൂചകമായി സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് ഇനിയും ലോകമെങ്ങും മുഴങ്ങിക്കേൾക്കുക തന്നെ ചെയ്യും.